വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ധ്രുവ പ്രദേശങ്ങളിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ അതിവിദൂരമായ ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ പോലും ബാധിക്കുമെന്ന് ഗോവയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ തമ്പാൻ മേലോത്ത് കേരള ശാസ്ത്ര കോൺഗ്രസിന് മുന്നോടിയായി കാലിക്കറ്റ് സർവകലാശാലയിൽ സംഘടിപ്പിച്ച PR പിഷാരടി സ്മാരക പ്രഭാഷണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കേരള ശാസ്ത്ര കോൺഗ്രസിന് മുന്നോടിയായാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ PR പിഷാരടി സ്മാരക പ്രഭാഷണം സംഘടിപ്പിച്ചത്. ഗോവയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ തമ്പാൻ മേലോത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ധ്രുവപ്രദേശങ്ങളിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ അതിവിദൂരമായ ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ പോലും ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലുണ്ടാകുന്ന കനത്ത കാലവർഷം കൂടുതൽ താപത്തെ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നു. ആർട്ടിക് സമുദ്രത്തിലെ ഐസ് ഉരുകുന്നതിന് ഇതും കാരണമാകുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ധ്രുവപ്രദേശങ്ങളിലെ ചൂട് കൂടുന്നത് കടുത്ത താപ തരംഗം, അതിശൈത്യം, സമുദ്രനിരപ്പ് ഉയരൽ, വന്യജീവി ശോഷണം, ഭക്ഷ്യക്ഷാമം തുടങ്ങിയവയ്ക്ക് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ A. സാബു, സർവകലാശാല കെമിസ്ട്രി പഠനവകുപ്പ് മേധാവി ഡോക്ടർ രാജീവ് S. മേനോൻ, കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ P. ഹരിനാരായണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.